കെ.എസ്.ആർ.ടി.സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ മരണങ്ങൾ ഒരു വാർത്തയല്ലാതായി മാറിയിട്ട് ഏറെക്കാലമായി. പക്ഷേ മരണങ്ങളെക്കാൾ ഉപരി കൊലപാതകം കേരളീയ സമൂഹം എന്നും വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യങ്ങളിലാണെങ്കിലും കൊലപാതകം എന്നുള്ളതിന് ഒരവസാന വാക്കേ ഉള്ളൂ, ഒരു ജീവൻ കവർന്നെടുക്കുക എന്നുള്ളത്. കെ.എസ്.ആർ.ടി.സിയിലെ ഒരു ജീവനക്കാരൻ, പാലക്കാട് കുഴൽമന്ദം സ്വദേശിയായ മനോജ് എന്ന് പറയുന്നൊരു വ്യക്തി പലിശക്കാരുടെ ആക്രമണത്താൽ മരണമടയുണ്ടായി. പലിശക്കാരുടെ ആക്രമണം അവരെ സംബന്ധിച്ചുള്ള വീട് കയറിയ ആക്രമണം, പലിശക്കാരുടെ ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരള സമൂഹം ചർച്ച ചെയ്തത് എൻ്റെ ഓർമ്മയിൽ ഏറ്റുമാനൂരിൽ ഒരു മുടി മുറിച്ച സംഭവമാണ്. അതായത് പലിശയ്ക്ക് കാശ് കൊടുത്ത ഒരു വീട്ടിൽ പൈസ മേടിക്കാൻ ചെല്ലുകയും അവിടെ ഒരു പെൺകുട്ടിയുടെ മുടി മുറിച്ചെടുത്ത ഒരു സംഭവം. അത് വളരെ വിവാദമായി കേരളീയ സമൂഹം ദിവസങ്ങളോളം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ പരിണിതപരമായിട്ട് ഓപ്പറേഷൻ കുബേര പോലെയുള്ള രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഓപ്പറേഷൻ കുബേര തുടങ്ങി പലിശക്കാരെ പിടിക്കുന്ന ഒരുപാട് നടപടികളുണ്ടായി. പക്ഷേ ഈ അടുത്തിടയ്ക്ക് അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ഉണ്ടായ ഒരു കൊലപാതകമാണ് കെ.എസ്.ആർ.ടി.സിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിട്ടുള്ള കണ്ടക്ടർ ശ്രീ മനോജ്, കുഴൽമന്ദം സ്വദേശി, പാലക്കാട്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും വാചാലനാകുന്ന കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി, കെ.എസ്.ആർ.ടി.സിയുടെ ചുമതലയുള്ള കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ ഈ സംഭവത്തിൽ പ്രതികരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മാധ്യമങ്ങളിൽ ജോലിയുടെ ഇതിലുകൊണ്ട് ഞാൻ മാധ്യമങ്ങളിൽ കാണാത്തതുകൊണ്ടായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിവരം ഒന്ന് അറിയിക്കണം. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമോ ഇല്ലെങ്കിൽ സമയോചിതമായ ഇടപെടലോ നടത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. തങ്ങൾ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരൻ മാന്യമായി പെരുമാറണമെന്നും പുറത്ത് ആരെങ്കിലും ആക്രമിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനെ തിരിച്ച് ആക്രമിക്കരുത്, പകരം നിങ്ങളൊരു ഫോട്ടോഗ്രാഫറെ, ഒരു വീഡിയോഗ്രാഫറെ കൂട്ടത്തിൽ കൊണ്ടുപോയി അവർ വീഡിയോ എടുത്ത് മന്ത്രിക്ക് അയച്ചു കൊടുത്താൽ നടപടിയെടുക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള കോമഡി പറഞ്ഞൊരു മന്ത്രിയാണ്. പലിശക്കാരുടെ ആക്രമണത്താൽ ഈ ഒരു ആധുനിക നൂറ്റാണ്ടിൽ ഒരാൾ മരണമടയുക. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ചിടത്തോളം കെ.എസ്.ആർ.ടി.സിയുടെ ചുമതലയുള്ള ഗതാഗത മന്ത്രിക്ക് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ പറ്റാത്തത്? പണിയെടുത്തവന് സമയത്തിന് കൂലി കൊടുക്കുവാൻ സാധിക്കുന്നില്ല. പണിയെടുത്തവന് അവൻ പണിയെടുത്ത കൂലി പോലും ഒരു മാസം താമസിപ്പിച്ച് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അവൻ നൽകേണ്ടി വരുന്ന പലിശയുടെ അവസ്ഥ ഭീകരമാണ്. ഇത്തരത്തിൽ പലിശക്കാരിൽ നിന്നും ആക്രമണം നേരിടേണ്ട ഭീതിയിൽ മരിച്ച മനോജ് മാത്രമല്ല, നിരന്തരമായ മാനസിക സമ്മർദ്ദത്തിൽ ഏറ്റുവാങ്ങുകയും പലിശക്കാരുടെ ഭീഷണി ഏറ്റുവാങ്ങുകയും ബാങ്കുകളുടെ ജപ്തി ഭീഷണി ഏറ്റുവാങ്ങുകയും ചെയ്തിട്ട് നിരവധി ജീവനക്കാരുണ്ട്. ഈ അടുത്തിടെ കുമളി ഡിപ്പോയിലൊരു ജീവനക്കാരൻ, അദ്ദേഹം ഒരു ഓഡിയോ ഇട്ടിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചൊരു വാർത്ത ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിരുന്നു. അത് പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ലാത്തത് കൊണ്ടും അദ്ദേഹം അതിനകത്ത് റിക്കവറി ആയിട്ട് വരുന്നതുകൊണ്ടും പറയാത്തതാണ്. പക്ഷേ ഒരാൾ മാത്രമല്ല, ഒട്ടനവധി ജീവനക്കാർ ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഈ പുറത്തു നിന്നുള്ള തള്ളുകളല്ലാതെ ഉള്ളറകളിലുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണം നടത്തുന്നില്ല എന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരവസരമാണിത്. ഇവിടെ നാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ അവരുടെ കൃത്യനിർവഹണ സമയത്ത് ഒരു കുറ്റവാളിയുടെ ആക്രമണത്താൽ മരണമടയുണ്ടായി. കേരളത്തിലെ എല്ലാ ഡോക്ടർമാരും പിറ്റേ ദിവസം പണിമുടക്കി. കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സഹപ്രവർത്തകനായിട്ടുള്ളൊരു വ്യക്തി പലിശക്കാരുടെ ആക്രമണത്താൽ മരിച്ചതറിഞ്ഞിട്ട് ഈ കശാപ്പുകാരൻ്റെ തടവറയിൽ കിടക്കുന്ന കോഴികൾ, നമ്മൾ കോഴി മേടിക്കാൻ കോഴിക്കടയിൽ ചെല്ലുമ്പം അവിടെ കോഴികൾ കിടക്കും. നമ്മൾ കോഴി മേടിക്കാൻ ഏതെങ്കിലും ഒരു കോഴിയെ പിടിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കോഴികൾ ചെറിയ ശബ്ദത്തിൽ കരയുന്നതെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ മരിച്ചു വീഴപ്പെടുന്ന തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ജീവനക്കാരൻ പോലും അവൻ്റെ ശവസംസ്കാരത്തിൽ ചടങ്ങിൽ പങ്കെടുത്താൽ ആബ്സെൻ്റ് കിട്ടുമോ എന്ന് പേടിച്ചുകൊണ്ട് അവൻ്റെ മരണത്തിൽ കാണാൻ പോലും പോകാൻ പറ്റാതെ ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞതല്ല. കാരണം പൊൻകുന്നത്ത് നിന്ന് പാലായിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോയ ഒരു വാഹനം ഇടിച്ച് മരണമടയപ്പെട്ട എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അനിൽ, അദ്ദേഹം ആ സീരിയസ് ആയ നിലയിൽ പാലാ ഗവൺമെൻറ് ആശുപത്രിയിൽ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അദ്ദേഹത്തെ കാത്തു നിന്നിരുന്ന പാലാ ഡിപ്പോയിലെ കണ്ടക്ടർ ഓടി വരികയാണ് ആശുപത്രിയിലേക്ക്. അപ്പോൾ അവൻ ഈ മരണാസന്നായി കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ
താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് കയറുന്ന സമയത്താണ് ഈ കണ്ടക്ടറെ കാണുന്നത്. അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൽ നീയും കൂടി കയറൂ എന്ന് പറയുക. ആ കയറു എന്ന് പറയുമ്പോൾ അവനെ അവിടുത്തെ ഡിപ്പോ അധികാരത്തിൽ അന്നേരമുള്ള ഒരുത്തൻ മറ്റൊരു ഡ്യൂട്ടി പോകണം എന്ന് പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. കണ്ണീരോടുകൂടിയാണ് അദ്ദേഹം പിന്നീട് ഈ മരണ വാർത്ത വിവരിച്ചത്. ഇതാണ് KSRTC അവസ്ഥ. ഇവിടെ ജീവന് യാതൊരു വിലയുമില്ല. മന്ത്രി തള്ളുന്ന പോലെയല്ല. കാരണം മന്ത്രിക്ക് വേണ്ടത് കക്കുവാൻ കുറേ കാശുകൾ ഈ KTDFC മുഖേന കണക്കില്ലാത്ത രീതിയിൽ കട്ടിട്ടുള്ളതിൻ്റെ ആ ആർത്തി മൂത്തുകൊണ്ട് വീണ്ടും വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ KSRTC ജീവനക്കാരാണ് ഈ നഷ്ടത്തിൻ്റെ കാരണമെന്ന തെറ്റിദ്ധാരണ പരത്തുകയും KSRTCയിൽ അംഗീകൃതരായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ വന്ന മന്ത്രി മാത്രമല്ല ഈ പറയുന്ന ഭരണ സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെ നേരിൽ കണ്ടിട്ടുള്ളത്. ഒരു ഡോക്ടർ ആക്രമണം നേരിട്ട സന്ദർഭത്തിലോ മരണം നേരിട്ട സന്ദർഭത്തിലോ കേരളം മുഴുവനും, ഇപ്പോൾ ബംഗാളിലൊരു ഡോക്ടർ കൊല ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യ മുഴുവനും ഡോക്ടർമാർ ഈ പറയുന്ന ആശുപത്രിയിൽ, അതായത് ഏറ്റവും കൂടുതലായി ജനങ്ങളുടെ ജീവന് ഏറ്റവും കൂടുതലായി കരുതൽ വേണ്ടി വരുന്ന ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ സംഘടന പണിമുടക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ലാതിരിക്കുകയും KSRTC ജീവനക്കാരൻ പണിമുടക്കുമ്പോൾ ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ എന്നെടുക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടക്ടറായിട്ട് ജോലി അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മനോജിനെ പലിശക്കാരുടെ ആക്രമണത്താൽ മരണമടയപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മിന്നൽ പണിമുടക്കിന് ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിന് KSRTCയിലെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി തയ്യാറാകാതിരുന്നത്? തച്ചങ്കരി സാറ് KSRTC MD ആയിരിക്കുന്ന കാലഘട്ടത്തിൽ KSRTCയുടെ എൻക്വയറി വിഭാഗത്തിലും റിസർവേഷൻ വിഭാഗത്തിലും നമ്മുടെ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സഹോദരിമാരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ ആ പരിപാടി ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഐതിഹാസികമായ ഐക്യസമരം നടന്നു. വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന, വൈരുദ്ധ്യമായി നിൽക്കുന്ന BMSഉം CITയും AITUCയും INTUCയും പ്രൈവേറ്റ് യൂണിയനും എല്ലാം ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തച്ചങ്കരി സാറിനെതിരെ ഐക്യപ്പെട്ട് സമരം ചെയ്യുകയുണ്ടായി. KSRTC എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഏകദേശം 15 കൊല്ലത്തോളം ജോലി ചെയ്ത പരിചയത്തിൽ ഐക്യപ്പെട്ട് ഒരു സമരം അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സമരത്തിൻ്റെ പേരിൽ ഏകദേശം 1 കോടി രൂപയോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമരം നടത്തിയ നേതാക്കളിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഈ റിസർവേഷൻ കൗണ്ടറിലേക്ക് മറ്റൊരു വിഭാഗത്തിൽ നിന്ന് ആളുകളെ നിയമിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഐക്യപ്പെട്ട് തങ്ങളുടെ സഹപ്രവർത്തകരിൽ ഒരാളെ പലിശക്കാർ തല്ലിക്കൊന്നിട്ട് പ്രതികരിക്കാത്തത് എന്ന് സാമാന്യ ബുദ്ധിക്ക് ഒരു ജീവനക്കാരൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഇവിടെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ജീവിതത്തിലും അതായത് സിനിമയ്ക്ക് മുമ്പിലല്ല, മാധ്യമങ്ങളുടെ മുമ്പിലും അഭിനയിക്കുന്ന ഒരു മന്ത്രിയും KSRTC ജീവനക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കാതെ KSRTC ജീവനക്കാരെ പറ്റിച്ച് തിന്നുന്ന ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളും ഒരു ജീവൻ പലിശക്കാർ കവർന്നെടുത്തിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഞാൻ മാധ്യമങ്ങളെ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റി നിർത്തുകയാണ്. കാരണം മാധ്യമങ്ങൾ ഏതൊരു ഘട്ടത്തിലും ഒരു കൊലപാതക കേസിൻ്റെ പുറകെ പോവുകയും അതിന് പ്രതിയുടെ അന്വേഷണങ്ങൾ, പ്രതികൾ ആരൊക്കെയാണ്, ഇതൊക്കെ തുടങ്ങിയ ലൈവായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സൗമ്യയുടെ കൊല കേസാണെങ്കിലും പെരുമ്പാവൂർ നിഷ കൊല കേസാണെങ്കിലും ഈ തുടർന്ന് വന്ന ഓരോ ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ ചെയ്തു. അപ്പോൾ കേരളീയ മാധ്യമങ്ങൾ പോലും KSRTCയിലെ ഒരു ജീവനക്കാരൻ്റെ ജീവന് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങളിൽപ്പെട്ട ഒരുത്തനെ വീട്ടിൽ കയറി തല്ലിക്കൊന്നിട്ട് പോലും പ്രതികരിക്കുവാൻ പറ്റിയ പ്രതികരണശേഷി ഇല്ലാത്തൊരു വിഭാഗമായി KSRTC ജീവനക്കാർ മാറിയിരിക്കുന്നു എന്ന് ഓരോ KSRTC ജീവനക്കാരും ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ KSRTCയിൽ അംഗീകാരമുണ്ട് എന്ന് കരുതുന്ന കേന്ദ്രം ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന് അഭിമാനിക്കുന്ന ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനകൾ പോലും പ്രതികരിക്കാത്തത്? ഇതാണ് KSRTCയുടെ ഒരു നേർക്കാഴ്ച. യഥാർത്ഥ വിഷയങ്ങളിൽ തെന്നിമാറിക്കൊണ്ട് ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ സ്ഥാപനത്തെ കൊള്ളയടിക്കുവാൻ വേണ്ടി നിൽക്കുന്ന കൊള്ളക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത്. ജീവിതത്തിലും അഭിനയം മാത്രം തൊഴിലാക്കിയിട്ടുള്ളൊരു വ്യക്തി മന്ത്രിയായിരിക്കുമ്പോൾ കള്ളക്കണ്ണീരൊഴുക്കുവാൻ മറ്റെല്ലാ കാര്യങ്ങളിലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ തൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനെ പലിശക്കാർ തല്ലിക്കൊന്നിട്ട്
എന്തുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെടാത്തത്? ഇതൊക്കെ ചോദ്യങ്ങളായി മുന്നോട്ട് വയ്ക്കുമ്പോൾ മന്ത്രിയെ വിമർശിച്ചു, യൂണിയനുകളെ വിമർശിച്ചു എന്നൊക്കെ പേരുള്ള നടപടികളെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, തൊഴിലാളികളെ ഇത് ബോധ്യപ്പെടുത്തുക, അടിമത്വത്തിൻ്റെ ഈ ചങ്ങലകളെ പൊട്ടിച്ചെറിയേണ്ട സമയമാകുന്നു എന്ന് തിരിച്ചറിയുക. കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഒരു KSRTC-കാരൻ മരിച്ചാൽ അവൻ മരിക്കപ്പെടേണ്ടവനാണ് എന്നുള്ള തോന്നൽ, ഈ സ്ഥാപനത്തിൻ്റെ നഷ്ടം മുഴുവൻ ഈ ജീവനക്കാരനാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാനേജ്മെൻറ്റ് വിജയിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്തയോടുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് മന്ത്രിയുടെയും ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെയും പ്രതികരണം വെളിവാക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Thank you.